Hi everyone, welcome to A Plus Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ UGC നെറ്റ് സോഷ്യോളജിയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്കിടയിൽ എഴുതിയവർക്കിടയിൽ പല തരത്തിലുള്ള ഒരു അഭിപ്രായമാണ്. ചിലർക്ക് നല്ല പാടാണ്, ജനറലി ഭയങ്കരമായിട്ടുള്ള പാടായിരുന്നു, ചിലർക്ക് ആവറേജ് എന്നുള്ള രീതിയിൽ. ഭയങ്കര എളുപ്പമാണെന്ന് ആരും ഇതുവരെയായിട്ടും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ ഒരു അറിവിൽ. എന്തുകൊണ്ടാണ് അത് പാടായത്, എക്സാം പാടായത്, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ്, നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് എന്തായാലും കഴിഞ്ഞു, ഈ ഒരു എക്സാം കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങളാരും വിഷമിക്കേണ്ട, പാടായവരാരും വിഷമിക്കേണ്ട. അടുത്ത എക്സാം നമുക്ക് 6 മാസം കൂടുമ്പോൾ ഉണ്ട് നെറ്റ്. ഇനിയിപ്പോൾ ഡിസംബർ എക്സാമിലേക്ക് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായ ചില മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി നമുക്ക് അടുത്ത എക്സാമിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് ഈ സോഷ്യോളജി എക്സാമിൽ നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സിലബസ് അനുസരിച്ച് ആ സിലബസിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ചെറിയൊരു പ്ലാൻ, ഒരു 6 month പ്ലാൻ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഇനിഷ്യൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ഫോമിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു പ്ലാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ഈ ടോട്ടൽ ഈ ഒരു സിലബസ് ബേസ് ചെയ്താണ്, യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം യൂണിറ്റ് 1 നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സോഷ്യോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് 1, സോഷ്യോളജിക്കൽ തിയറിയാണ്. 26 തിങ്കേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, 26 തിങ്കേഴ്സ് ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ 26 സോഷ്യോളജിസ്റ്റുകൾ എന്ന് നമുക്ക് പറയാം. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് 1 തിയറീസ്, ഇവരുടെ എല്ലാ തിയറീസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു തിയറി കാണുമ്പോൾ അത് ഇന്നയാളുടെയാണ് അല്ലെങ്കിൽ ഇന്ന സോഷ്യോളജിസ്റ്റിൻ്റെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ കൺസെപ്റ്റുകൾ, ഓരോ സോഷ്യോളജിസ്റ്റും അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ കാണും. ഓക്കെ, ഇപ്പൊ ഏലിയനേഷൻ എന്ന് പറയുന്നത് കാൾ മാർക്സിനെയാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു കാൾ മാർക്സ്. അതുപോലെ തന്നെ അയൺ കേജ് പോലുള്ള കൺസെപ്റ്റ് മാക്സ് വെബർ, അതുപോലെ തന്നെ ദർകെയ്മിൻ്റെ കൺസെപ്റ്റുകൾ, സൂയിസൈഡ് പോലുള്ള കൺസെപ്റ്റുകൾ. അപ്പോൾ ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, എന്താണ് ആ കൺസെപ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിലും ഈ കൺസെപ്റ്റ് എന്താണെന്നൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുപോലെ 26 തിങ്കേഴ്സ് പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പയ്യെ കുറേശ്ശെ നിങ്ങൾ നോക്കുക. അപ്പൊ 26 തിങ്കേഴ്സ് ഒറ്റ ശ്രേണിയായിട്ടല്ലല്ലോ വരുന്നത്, ഒറ്റ സ്ട്രീമിലല്ല വരുന്നത്. 26 തിങ്കേഴ്സ് പല ഡിവിഷനായിട്ടായിരുന്നു വരുന്നത്. നമുക്ക് ആദ്യം ക്ലാസിക്കൽ ട്രഡീഷൻ ഉണ്ട്, ദെൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഉണ്ട്, ദെൻ പോസ്റ്റ് മോഡേണിസം, അതുപോലെ തന്നെ ഇന്ത്യൻ തിങ്കേഴ്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ തന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പീരീഡ്. ഓക്കെ, ഇവരുടെ ഒരു പീരീഡ് ഓഫ് ടൈം നിങ്ങൾ പഠിക്കുക. അതായത് ആദ്യം വന്നത് ഇപ്പം മേ ബി ദർകെയ്ം, കാൾ മാർക്സ്, അങ്ങനെ അവരുടെ ഒരു ശ്രേണി നിങ്ങൾ ഫ്രം ദ ഏൻഷ്യൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏറ്റവും പഴയതിൽ നിന്നും പുതിയ സോഷ്യോളജിസ്റ്റുകളിലേക്കുള്ള അവരുടെ ആ ഒരു ലൈഫ് മീൻസ് ഓരോ ടൈമിൽ ആരൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. കാരണം ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. ആദ്യ കാലങ്ങളിൽ ഏതൊക്കെ സോഷ്യോളജിസ്റ്റുകളായിരുന്നു, ഏറ്റവും അവസാന കാലങ്ങളിൽ ആരൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, അവരുടെ ഒരു പീരീഡ്. ദെൻ എവല്യൂഷൻ ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ ഒരു എവല്യൂഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഈ ഒരു ഡിസിപ്ലിൻ വന്നത്. അതിന് ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത ആ ഒരു കണ്ടീഷൻ എന്തൊക്കെയാണ്, ആ ഒരു സമയത്ത് എന്തൊക്കെയാണ്, എൻലൈറ്റ്മെന്റ് തൊട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഹെർബർട്ട് സ്പെൻസർ, ഓഗസ്റ്റ് കോംറ്റെ ആണ്, ഇവരൊക്കെയാണ് ഒരു ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിൻ്റെ ഒരു എവല്യൂഷൻ. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ഉണ്ട്, ഈ പറയുന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കീവേഡ്സ് ഉണ്ട്, അത് നോക്കുക. ദെൻ ഫീൽഡ് വർക്ക്, ഓരോ സോഷ്യോളജിസ്റ്റുകളും നടത്തിയ ഫീൽഡ് വർക്ക്, അവരുടെ ഫീൽഡ് എവിടെ ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പം മലിനോസ്കി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ ഫീൽഡ് വർക്ക്. ഇന്ത്യൻ തിങ്കേഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ MN ശ്രീനിവാസ് ഉണ്ട്, അങ്ങനെ ഓരോ തിങ്കേഴ്സ് ഉണ്ട്. അവരൊക്കെ അവരുടെ വർക്ക് നടത്തിയ ഫീൽഡ് എവിടെയാണ്, ഫീൽഡ് വർക്കുകൾ എവിടെയാണ്, എന്തിനെ പറ്റിയാണ് അത് നടത്തിയത്. ഓക്കെ, അതിനെപ്പറ്റി കൃത്യമായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഓരോ സോഷ്യോളജിസ്റ്റുകളും ഒരു തിയറി പറയും. അപ്പോൾ അവർക്കെതിരെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു തിയറിയിലെ മൈന്യൂട്ട് ആയിട്ടുള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അതിനെ
എതിർക്കുന്ന രീതിയിൽ നെക്സ്റ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന തിയറിസ്റ്റുകൾ കാണും, തിയറികൾ കാണും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്രിറ്റിസിസം എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഇപ്പൊ കാൾ മാർക്സ് എല്ലാ തിയറിസ്റ്റുകൾക്കും ഈ പറയുന്ന ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അവരുടെ ക്രിറ്റിസിസം എന്താണ്, അല്ലെങ്കിൽ ആരാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ദെൻ മേജർ വർക്ക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത് കുറച്ച് ടഫാണ് ഈ ഒരു ഏരിയ. കാരണം ക്രോണോളജിക്കൽ ഓർഡർ 26 തിങ്കേഴ്സിന്റെ നമ്മൾ പഠിക്കണം. കാരണം ഇതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ കാൾ മാർക്സിന്റെ തന്നെ, ഇപ്പം കാൾ മാർക്സ് എന്ന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം 1948 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. 1967 or 4 പെട്ടെന്ന് ഓർക്കുന്നില്ല, 67 ആണെന്ന് തോന്നുന്നു. 67 ദസ് ക്യാപിറ്റൽ. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ട് ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഇത് ഏതൊക്കെ വർഷമാണ് ഇറങ്ങിയതെന്ന് നിങ്ങൾ അറിയണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 26 തിങ്കേഴ്സിന്റെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ പയ്യെ പഠിക്കുക. ഇതിനൊരു എളുപ്പമാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സോഷ്യോളജിസ്റ്റിന്റെയും ആദ്യത്തെ അവസാനത്തെ എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെക്കുക അവരുടെ വർക്കുകൾ. ഓക്കെ, ആദ്യത്തെ അവസാനത്തെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 75 ചാൻസ് ഉണ്ട് ആ ഒരു ആൻസറിൽ എത്താനായിട്ട്. ഇപ്പൊ 26 തിങ്കേഴ്സിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് 52 വർക്കുകൾ മാത്രം പഠിക്കുക. അതും പയ്യെ പയ്യെ പഠിച്ചാൽ മതി. 6 മന്ത്സിനിടയിൽ നിങ്ങൾ കുറേശ്ശെ പഠിച്ചെടുത്താൽ മതി, അവരുടെ വർഷം സഹിതം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈ പറയുന്ന ക്രോണോളജിക്കൽ ഓർഡർ, അതും ഇയർ ബേസ്, അത് ഇത്രയും പേരുടെ റെലവെന്റ് അല്ലാത്തവരുടെ പോലും ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ഇത് നടത്തുന്നവർക്കും അറിയത്തില്ല, എഴുതുന്ന നമുക്കും അറിയത്തില്ല. പിന്നെന്താണ്, നമ്മളങ്ങ് എഴുതുക. നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ എഫോർട്ട് ഇടുക എന്നുള്ളതാണ്. ഇത് ഒട്ടും റെലവെന്റ് അല്ലാത്ത ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരുടെയൊക്കെ വർക്കുകൾ അത് ഇയർ ബേസ് പഠിച്ചിട്ട് അത് ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ ആക്കേണ്ട അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ആസ് എ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളത് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല നമുക്ക്. സോ നമുക്ക് ആ ഒരു എളുപ്പമാർഗം നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോഡ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെക്കാം. അതിനുള്ള മാക്സിമം ഹെൽപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് യൂണിറ്റ് 1. യൂണിറ്റ് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്: തിയറീസ്, കൺസെപ്റ്റ്സ്, പീരീഡ്, എവല്യൂഷൻ ഓഫ് സോഷ്യോളജി, കീവേഡ്സ്, ഫീൽഡ് വർക്ക്സ്, ക്രിറ്റിസിസം, മേജർ വർക്ക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമുകളുടെ ഒരു അനാലിസിസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് റിസർച്ച് മെത്തഡോളജി ആൻഡ് മെത്തേഡ്സ്. ഇതിൽ ഒരുവിധം എല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പേപ്പർ 1-ലും ഐ തിങ്ക് ദർ ഇസ് എ യൂണിറ്റ് നെയിംഡ് റിസർച്ച് മെത്തഡോളജി. സോ ഇത് രണ്ട് നിങ്ങൾ ഒന്നിച്ചൊന്ന് കൊളാബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കുറച്ചും കൂടെ. ഇതിൽ കുറച്ചും കൂടെ വരുന്ന ഒന്ന് കൺസെപ്റ്റുവലൈസിങ് സോഷ്യൽ റിയാലിറ്റി, നമ്മൾ അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, അതിൽ എത്തനോഗ്രഫി, സർവേ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ടെക്നിക്സ്, സാമ്പിളിങ് തന്നെ പലതുണ്ട് അല്ലേ. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, പല തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, അതിന്റെ ഓരോ സബ് ഡിവിഷൻസ് എന്താണ്, ദെൻ ഓരോ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇപ്പൊ ഇന്ന രീതിയിൽ ഒരു റിസർച്ച് നടക്കുകയാണ്, അപ്പൊ ഇതിനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഏതാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ, ഇത് ടെക്നിക്സ് ഉണ്ടല്ലോ, റിസർച്ച് ടെക്നിക്സ് എല്ലാം. റിസർച്ച് മെത്തഡോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പേപ്പർ 1 ഇതുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 2 യൂണിറ്റുകളിൽ ഒന്നാണിത്, റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളത് ഈ പറയുന്ന ഓർഡർ, ഒരു പ്രോപ്പർ റിസർച്ചിന്റെ ഓർഡർ അല്ലേ. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും നിങ്ങൾ ആ ഓർഡറൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ദെൻ വാലിഡിറ്റി, റിലയബിലിറ്റി, അങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റ്, ഓരോ ടേംസ് ഇതുമായിട്ട് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പൈലറ്റ് സ്റ്റഡി എന്താണ്, പ്രീ ടെസ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക. ഓക്കെ, അതാണ് യൂണിറ്റ് 2-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദെൻ യൂണിറ്റ് 3 ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ബേസിക് കൺസെപ്റ്റുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകൾ ഒരുപാടുണ്ട്. കൺസെപ്റ്റുകളൊക്കെ എന്താണെന്ന് ഇതൊക്കെ വളരെ എളുപ്പമായിട്ടാണ് ആസ് എ സോഷ്യോളജിസ്റ്റ് നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അതെന്താണ്, പിന്നെ അതുപോലെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അല്ലേ, ഒരുപാട് എഡ്യൂക്കേഷൻ, മാരേജ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇപ്പം മാരേജിൻ്റെ തന്നെ പല ടൈപ്പ് ഓഫ് മാരേജ് ഉണ്ടല്ലോ, അപ്പോൾ ആ ടൈപ്പ് ഓഫ് അതൊക്കെ പഠിക്കുക. ദെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൃത്യമായിട്ടുള്ള അത് ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കുക. സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രോസസ്സ്, ഇപ്പോൾ മോഡേണൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി, ഇതൊക്കെ ഒരു സോഷ്യൽ ചേഞ്ച് ആണ് അല്ലേ, അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ സ്റ്റഡി ഓഫ് തിയറിസ്റ്റ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, നേരത്തെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച സോഷ്യോളജിസ്റ്റുകളുണ്ടല്ലോ, അപ്പോൾ ഓരോ സോഷ്യോളജിസ്റ്റുകളും ഈ പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്താണ് പറഞ്ഞത്, അവരുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്. അപ്പോൾ ദർക്കെയിമിൻ്റെ കാഴ്ചപ്പാടിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്, അങ്ങനെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തികളെയും കൂടെ പഠിക്കുക. വ്യക്തികളെ മീൻസ് സോഷ്യോളജിസ്റ്റുകളെയും കൂടെ പഠിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നയാൾ ഇന്നതിനെ പറ്റി എന്താണ് പറഞ്ഞത്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ. ദെൻ സ്റ്റഡി ഓഫ് തിയറിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് പറഞ്ഞു. ദെൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷനെ പറ്റിയൊക്കെ പഠിക്കുക. ഗ്ലോബലൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് അർജുൻ അപ്പാദുരെ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ടൈപ്സ് ഓഫ് സ്കേപ്പ് എന്നൊക്കെ പറയും, അത് നമ്മൾ കൃത്യമായിട്ട് യൂണിറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ മൈഗ്രേഷൻ, മൈഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൈഗ്രേഷൻ, ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട് അല്ലേ, പല തരത്തിൽ നമുക്ക് മൈഗ്രേഷനെ ക്ലാസിഫൈ ചെയ്യാം. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വോളണ്ടറിലി പോകുന്ന മൈഗ്രേഷൻ ഉണ്ട്, അതുപോലെ അങ്ങനെ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ഉണ്ട്. ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്, നാഷണൽ മൈഗ്രേഷൻ ഉണ്ട്, ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ, അങ്ങനെ ടൈപ്സ് ഒരുപാടുണ്ട് മൈഗ്രേഷൻ. എന്താണ് മൈഗ്രേഷൻ അല്ലേ? മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ഓഫ് പീപ്പിൾ, ഏറ്റവും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ സെവറൽ റീസൺസ്. അപ്പോൾ അങ്ങനെയുള്ള റീസൺസിൻ്റെ അടിസ്ഥാനത്തിൽ മൈഗ്രേഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, സോ മൈഗ്രേഷൻ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് യൂണിറ്റ് 3യിൽ മെയിൻലി നോക്കേണ്ടത്. സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകൾ നോക്കണം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രോസസ്സസ്, അതിൽ സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാടുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടെന്നേ ഉള്ളൂ. ദെൻ സ്റ്റഡി ഓഫ് തിയറിസ്റ്റ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഗ്ലോബലൈസേഷൻ, മൈഗ്രേഷൻ, ഇതൊക്കെ പഠിക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ ഓരോ യൂണിറ്റും പറഞ്ഞിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല, കാരണം ഈ 10 യൂണിറ്റും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, സോ റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്, അതിൽ റൂറൽ ആൻഡ് പെസന്റ് സൊസൈറ്റിയിൽ കാസ്റ്റ്, ട്രൈബ് സെറ്റിൽമെൻറ്റ്സിനെ പറ്റി നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാസ്റ്റ്, എന്താണ് ട്രൈബ്, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. ദെൻ ബേസ്ഡ് ഓൺ മാരേജ്, എൻഡോഗാമി, എക്സോഗാമി, ആ ഒരു രീതിയിലും കാസ്റ്റും ട്രൈബും തമ്മിൽ വ്യത്യാസമുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് നോക്കുക. ദെൻ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് എമർജൻറ്റ് ക്ലാസ് റിലേഷൻസ്, ഒരു അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ദെൻ പെസന്റ് മൂവ്മെൻറ്റ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പെസന്റ് മൂവ്മെൻറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ ഇയർ, ഏത് വർഷമാണ് നടന്നത് എന്നതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക ഓരോ പെസന്റ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, കാരണം ഇതെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വർക്കുകൾ മാത്രമല്ല ചോദിക്കുന്നത്, ഈവൻറ്റ്സ് ചോദിക്കും. ഓക്കെ, മൂവ്മെൻറ്റ്സ് ചോദിക്കും, ചിലപ്പോൾ ഒരാൾ ജീവിച്ചിരുന്ന കാലഘട്ടം ചോദിക്കും, കുറച്ച് സോഷ്യോളജിസ്റ്റുകളുടെ തന്നെ. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, ഇതിൻ്റെ എല്ലാം വർഷങ്ങൾ അറിയണം കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഏകദേശം വർഷമെങ്കിലും അറിയണം എപ്പോഴായിരിക്കാം നടന്നതെന്നെങ്കിൽ. സോ പെസന്റ് മൂവ്മെൻറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ ഇയർ നിങ്ങൾ നോക്കുക. ദെൻ അർബൻ സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ അർബനിസം, അർബനിറ്റി ആൻഡ് അർബനൈസേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അർബനിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സോഷ്യോളജിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്, അതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ച വ്യക്തികളുണ്ട്, അവരുടെ കാര്യങ്ങളും കൺസെപ്റ്റുകളും ഒക്കെ പഠിക്കുക. അർബനിസം, അർബനിറ്റി, അർബനൈസേഷൻ, ഇത് മൂന്ന് ടേംസ് ആണ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുക. ദെൻ എന്താണ് ടൗൺസ്, സിറ്റീസ് ആൻഡ് മെഗാ സിറ്റീസ്, ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ തിരിക്കാൻ പറ്റും, ടൗൺസ്, സിറ്റീസ്, മെഗാ സിറ്റീസ് എന്നൊക്കെ, മെട്രോപൊളിറ്റൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത്, എന്തടിസ്ഥാനത്തിലാണ് അതിനെ തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കൃത്യമായിട്ട് നോക്കുക. ദെൻ അർബൻ മൂവ്മെൻറ്റ്സ് ആൻഡ് വയലൻസ്, പെസന്റ് മൂവ്മെൻറ്റ്സ് പോലെ തന്നെ അർബൻ മൂവ്മെൻറ്റ്സും ഉണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം നിങ്ങൾ വർഷം തന്നെ നോക്കി പഠിക്കുക. ഓക്കെ. ദെൻ സോഷ്യോളജിസ്റ്റ് ഓൺ ദെയർ സ്റ്റഡീസ് ഓൺ അർബനൈസേഷനെ പറ്റി സോഷ്യോളജിസ്റ്റുകൾ നടത്തിയ സ്റ്റഡി, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സോഷ്യോളജിസ്റ്റുകൾ മെയിൻ ആരൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്.
ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സ്റ്റേറ്റിനെ പറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് ഇതിനെ പറ്റിയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതും മറ്റുള്ള യൂണിറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ബോർഡർ ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ, അതെന്താണ്, ഇതെങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുന്നത്, ദെൻ ബ്യൂറോക്രസി എന്താണ്. ഓക്കെ, ബ്യൂറോക്രസി പഠിക്കുമ്പോൾ ബ്യൂറോക്രസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പം വെബറിനെ നമുക്ക് പറയാൻ പറ്റും ബ്യൂറോക്രസി എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. ഇപ്പം ബ്യൂറോക്രസി എന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതും വേണം. ബ്യൂറോക്രസിയുടെ ഒരു സോഷ്യോളജിസ്റ്റ് വ്യൂവും നോക്കുക, ഏതൊക്കെ സോഷ്യോളജിസ്റ്റ് ആണ് അതിനെപ്പറ്റി പറഞ്ഞത്. ദെൻ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെന്റും ഗവർണൻസും. ദെൻ പബ്ലിക് പോളിസി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ലൈവ്ലിഹുഡ്. ഇപ്പോൾ ഹെൽത്ത്, പബ്ലിക് പോളിസിയിൽ തന്നെ ഇപ്പോൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിനിടയിൽ വന്നിട്ടുള്ള പുതിയ പുതിയ പോളിസീസ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, ലൈവ്ലിഹുഡ്. എഡ്യൂക്കേഷനൊക്കെ പറയുമ്പോൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം ഇപ്പം യൂണിറ്റ് 1-ൽ പേപ്പർ 1-ൽ യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, അതൊക്കെ ഇവിടെയും വരും. ഓക്കെ, എഡ്യൂക്കേഷൻ്റെ ഒരു എവല്യൂഷൻ ഇപ്പം പല എന്താണ് വുഡ്സ് ഡെസ്പാച്ച് തൊട്ട് അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന NEP അല്ലേ, 2020 വന്ന NEP അതുവരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഓരോ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഇവിടുത്തെ പൊളിറ്റിക്കൽ കൾച്ചർ, ദെൻ അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ഡെമോക്രസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം പഞ്ചായത്തി രാജ് എന്നാണ് നിലവിൽ വന്ന ആർട്ടിക്കിൾ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക, അമെൻമെൻറ്റ് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക, അതെന്നാണ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോഗ്രാംസ്. ഓക്കെ, ഇവിടെയുള്ള ഗവൺമെൻറ് പ്രോഗ്രാംസ്. ദെൻ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് പ്രൊട്ടസ്റ്റ്, NGOs, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. കുറച്ചും കൂടെ ജനറൽ ടോപ്പിക്കാണിത് കേട്ടോ. കുറച്ചും കൂടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോവുക. ഓക്കെ, ദെൻ എക്കോണമി ആൻഡ് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു യൂണിറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആരാണ്? നമുക്ക് പറയാൻ തന്നെ അറിയാം, കാൾ മാർക്സ് ആണ്. മാർക്സിൻ്റെ ഐഡിയോളജീസ് അതൊക്കെ നോക്കുക. ദെൻ സ്റ്റേറ്റ് എന്താണ്, മാർക്കറ്റ് എന്താണ്, വെൽഫെയറിസം, നിയോ ലിബറലിസം, ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് നോക്കുക. ദെൻ എക്കോണമിക് ഡെവലപ്മെൻറ്റിൻ്റെ മോഡൽസ്, അതിനെ ഫോക്കസ് ചെയ്യുക. ദെൻ സ്പെഷ്യൽ ഫോക്കസ് ഓൺ മാർക്സിയൻ ഐഡിയോളജീസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി നോക്കുക. ഇത് കൃത്യമായിട്ട് കാൾ മാർക്സ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റ്. ഓക്കെ, ദെൻ ഇന്ത്യൻ എക്കോണമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ പോലുള്ള വ്യക്തികളെ നോക്കുക. ദെൻ പോവർട്ടി ആൻഡ് എക്സ്ക്ലൂഷൻ, എന്താണ് പോവർട്ടി, അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ, അത് നോക്കുക കൃത്യമായിട്ട്. ഡിജിറ്റൽ എക്കോണമി, ഇ-കൊമേഴ്സ് അല്ലെ, നൂതനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഡിജിറ്റൽ എക്കോണമി, ഇ-കൊമേഴ്സ്, അതെല്ലാം കൃത്യമായിട്ട് നോക്കുക. എന്താണ് അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ്സ്, ദെൻ അതുപോലെ തന്നെ ടൂറിസം, കൺസംഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. എക്കോണമി ആൻഡ് സൊസൈറ്റി, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ എക്കോണമിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എക്കോണമി സൊസൈറ്റി എങ്ങനെയാണ് റിലേറ്റബിൾ ആയിരിക്കുന്നത് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്കോണമി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിറ്റാണിത്. അപ്പോൾ ഇതിൽ വരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഒരുവിധം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് നമ്മളുടെ 5 ഇയർ പ്ലാൻസ്. ഏത് 5 ഇയർ പ്ലാനിലാണ് ഇത് വന്നത്, അല്ലെങ്കിൽ ഏത് 5 ഇയർ പ്ലാനിലാണ് ഇപ്പം എന്താണ് ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ളത് ഏത് 5 ഇയർ പ്ലാനാണ്, ഏത് 5 ഇയർ പ്ലാനിലാണ് ഈ ബാങ്കിൻ്റെ നാഷണലൈസേഷൻ നടന്നത്, എത്രാമത് 5 ഇയർ പ്ലാനിലാണ്, അങ്ങനെയൊക്കെ 5 ഇയർ പ്ലാൻസും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതാണ് യൂണിറ്റ് 6-ൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. ദെൻ യൂണിറ്റ് 7 എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. എന്താണ് ആ പേര് പോലെ തന്നെ എൻവയോൺമെൻറ്റും നമ്മളുടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും പറയുന്നത്. എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്കോളജി, അതിൻ്റെ ഡൈവേഴ്സ് ഫോംസ് അതിന് കൃത്യമായിട്ട് പഠിക്കുക. ജെൻഡറും എൻവയോൺമെൻറ്റും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റബിൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പറയാൻ പറ്റും പലതരത്തിലുള്ള ഫെമിനിസം ഉണ്ടല്ലോ. എക്കോളജിക്കൽ ഫെമിനിസം ഉണ്ട്, ലിബറൽ, റാഡിക്കൽ, അതുപോലെ തന്നെ എക്കോളജിക്കൽ ഫെമിനിസം ഉണ്ട് അല്ല, എൻവയോൺമെൻറ്റൽ ഫെമിനിസം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസം അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൊരു കാര്യം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. എക്കോ ഫെമിനിസം എന്നാണ് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ എൻവയോൺമെൻറ്റൽ സോഷ്യോളജിസ്റ്റുകൾ, അവരെ പറ്റി പഠിക്കുക, അവരുടെ വർക്കുകൾ, എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ട വന്ദന ശിവ, അവരെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ ഫോറസ്റ്റ് പോളിസീസ്, ആദിവാസീസ് ആൻഡ് എക്സ്ക്ലൂഷൻ, ഇത് കുറച്ച് കാലം മുമ്പേ തൊട്ടുള്ളത് പഠിക്കുക. ബ്രിട്ടീഷ് ടൈം തൊട്ടേ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ ഫോറസ്റ്റ് പോളിസീസ്. ആ ഒരു സമയത്താണ് ഇവിടെ ഫോറസ്റ്റ് പോളിസീസ് വരുന്നത്. അതിനെ ആദിവാസീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്, അവരുടെ മൈഗ്രേഷന്
എങ്ങനെയാണ് ഇത് റീസൺ ആയത് എന്നൊക്കെ ഉള്ളൊരു കാര്യം. ഓക്കെ, ദെൻ അവരനുഭവിച്ച കാര്യങ്ങൾ, ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ ആൻഡ് മൈഗ്രേഷൻ, ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ദെൻ വാട്ടർ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഓക്കെ, ദെൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റെസ്പോൺസസ്. ഓരോ ഡിസാസ്റ്ററും കമ്മ്യൂണിറ്റി റെസ്പോൺസസും എങ്ങനെയാണ്. ഡിസാസ്റ്റർ പലതരത്തിലുണ്ട് അല്ലേ, നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്, പല സ്റ്റേജായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കുക. ദെൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പബ്ലിക് ഹെൽത്ത്, ഡിസബിലിറ്റി. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ പോളിസീസ് അല്ലേ, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇന്റർനാഷണൽ പോളിസീസ്, അതും എന്ത് ചെയ്യുക, നിങ്ങൾ വർഷം വെച്ച് തന്നെ പഠിക്കുക, ഇയർ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, എക്സാമ്പിളായി ചിപ്കോ മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻറ്റുകൾ, ഇത് തന്നെ പറഞ്ഞതുപോലെ തന്നെ വർഷം ബേസ് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പം എന്ത് പഠിച്ചാലും നിങ്ങൾ അതും കൂടെ നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ അറ്റൻഡ് ചെയ്തതാണല്ലോ, ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ആ ഒരു ബേസിസിലാണ് വരുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാണ് കുട്ടികൾക്ക്, കാരണം ഏത് രീതിയിൽ അതിപ്പോൾ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത് ഇത്രയുമാണ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. ഓക്കെ, നമ്മുടെ സോഷ്യോളജിക്കൽ കൺസെപ്റ്റിലൊക്കെ വരാവുന്ന ഇതും രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്ത് തന്നെ പഠിക്കുക. കിൻഷിപ്പിനെ പറ്റിയുള്ള സോഷ്യോളജിസ്റ്റുകളുടെ വർക്ക്, അതായത് സ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ട ആരാണ്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണ് കിൻഷിപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയത്, എന്താണ് അവരുടെ സ്റ്റഡി എന്നൊക്കെയുള്ള കാര്യം. ദെൻ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ അലയൻസ് കൾച്ചറൽ തിയറട്ടിക്കൽ അപ്രോച്ചസ് നോക്കുക. ദെൻ ജെൻഡർ റിലേഷൻസും പവർ ഡൈനാമിക്സും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ, അതിനെപ്പറ്റി നോക്കുക. ദെൻ എമർജൻറ്റ് ഫോംസ് ഓഫ് ഫാമിലി അല്ലേ, ഫാമിലീസിന് ഒരുപാട് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്, അതിൻ്റെ നൂതനമായിട്ടുള്ള ഒരുപാട് വെർഷനുകളുണ്ട് അല്ലേ. പണ്ട് കാലത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് ന്യൂക്ലിയർ ഫാമിലി, അതിപ്പോഴുണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഫാമിലീസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലിയുടെ ആ ഒരു ട്രാൻസിഷൻ ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ എറ, അത് കൃത്യമായിട്ട് നോക്കുക. ദെൻ ചേഞ്ചിങ് മാരേജ് പ്രാക്ടീസസ്, മാരേജ് പ്രാക്ടീസസിലുള്ള ചേഞ്ചിങ്, അപ്പോൾ മാരേജ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ടൈപ്സ് ഓഫ് മാരേജ് നോക്കുക. ദെൻ മാരേജിന് ശേഷം ഒരാൾ എവിടെ താമസിക്കണം, അതിൻ്റെയൊക്കെ ബേസിസിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ, മാട്രി ലോക്കൽ, പാട്രി ലോക്കൽ എന്നൊക്കെ ഉള്ളത്. ദെൻ അതൊക്കെ നോക്കുക. ദെൻ ചേഞ്ചിങ് കെയർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ്, ഫാമിലി ലോസ്, ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ക്രൈം അഗെയിൻസ്റ്റ് വുമൺ, അതുപോലെ തന്നെ ആക്ട്സ്. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്റ്റുകൾ 2005 വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ ഫാമിലി ലോസ് കാര്യങ്ങളെല്ലാം, ക്രൈം അഗെയിൻസ്റ്റ് വുമൺ, അതെല്ലാം കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, സ്പെഷ്യൽ ഫോക്കസ് ചെയ്യേണ്ടത് ആക്റ്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കി. ഓക്കെ, ചിലപ്പോൾ ഈ ആക്റ്റുകൾ ഈ പറയുന്ന ഓർഡറിലൊക്കെ ചോദിക്കാം. ഈ നേരത്തെ കഴിഞ്ഞ എക്സാമിനാണെന്ന് തോന്നുന്നു, ഈ ഹിന്ദു മാരേജ് ആക്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് ആക്ടുകൾ തന്നിട്ട് അത് ഓർഡറിലാക്കാൻ. ഹിന്ദു മാരേജ് ആക്ട് 1956 ദെൻ അതുപോലെ തന്നെ 55 ആണെന്ന് തോന്നുന്നു, സോറി, ഒരു ഏരിയയിലാണ്. ദെൻ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അപ്പോൾ നമുക്ക് ആ ഒരു ഇയർ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് യൂണിറ്റ് 8 നമുക്ക് പറയാൻ പറ്റുന്നൊരു ഉള്ളടക്കം. ദെൻ യൂണിറ്റ് 9 സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി അല്ലേ, ഈ ഒരു കാലത്തിലെ അതിനെ പ്രതിപാദിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ചേഞ്ചിങ് നോഷൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്, ടൈം ആൻഡ് സ്പേസിൻ്റെ ഒരു ചേഞ്ചിങ് നോഷൻസ്, അതിനെ കൃത്യമായിട്ട് ഈ ഒരു പാഠത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ദെൻ വെർച്വൽ കമ്മ്യൂണിറ്റി, എങ്ങനെയാണ് വെർച്വൽ കമ്മ്യൂണിറ്റി ഒരു നോർമൽ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെർച്വൽ കമ്മ്യൂണിറ്റി, ഒരുപാട് ഇപ്പോൾ വെർച്വൽ കമ്മ്യൂണിറ്റികളുടെ കാലമാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ച്, പഴയ ഒരു നോർമൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും വെർച്വൽ കമ്മ്യൂണിറ്റിയിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്. ദെൻ ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും വളരുന്നത് നമ്മളുടെ ഒരു കണ്ടക്സ്റ്റിൽ, ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ. ദെൻ ടൈപ്സ് ഓഫ് മീഡിയ, പ്രിന്റ് മീഡിയ ഉണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്, വിഷ്വൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അതിൻ്റെ ഒരു എവല്യൂഷൻ നോക്കുക. അതും ഈ കഴിഞ്ഞ നെറ്റിന് ചോദിച്ചായിരുന്നു. ഈ പലതരത്തിലുള്ള റേഡിയോ, ദെൻ ഗ്രാമഫോൺ, അതിൻ്റെയൊക്കെ ഓരോ എവല്യൂഷൻ ബേസ് ചെയ്ത് തന്നെ നമ്മൾ ഓർഡറിൽ എഴുതാനുള്ളത്. ദെൻ ഇ ഗവർണൻസ് ആൻഡ് സർവൈലൻസ് സൊസൈറ്റി, സർവൈലൻസ് സൊസൈറ്റി പഠിക്കുമ്പോൾ ഫൂക്കോയുടെ ഇതും കൂടെ പഠിക്കുക, ഫൂക്കോയുടെ പനോപ്റ്റിക്കൽ അങ്ങനെയുള്ള തീംസും കാര്യങ്ങളും എല്ലാം. ഓക്കെ, പനോപ്റ്റിക്കൻ ഫൂക്കോയുടെ എല്ലാ തീമും, പക്ഷെ അതിനെ കുറെ കൂടെ പോപ്പുലറൈസ് ചെയ്തത് ഫൂക്കോയാണ്. ഫൂക്കോയുടെ ദെൻ പവർ റിലേഷൻസ്, അതിനെ പറ്റിയൊക്കെ പഠിക്കുക.
ദെൻ ടെക്നോളജി ആൻഡ് എമേർജിംഗ് പൊളിറ്റിക്കൽ പ്രോസസ്സ്, എങ്ങനെയാണ് ടെക്നോളജി ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ആ കാര്യങ്ങൾ നോക്കുക. സ്റ്റേറ്റ് പോളിസി, ഡിജിറ്റൽ ഡിവൈഡ്, ഇൻക്ലൂഷൻ, ഈ കാര്യങ്ങൾ നോക്കുക. ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. ദെൻ സൈബർ ക്രൈം, IT ആക്ട് കൃത്യമായിട്ട് നോക്കുക. IT ആക്ട് 2000, അതിൽ സൈബർ ക്രൈമുകളെ പറ്റി. ഇപ്പം അത് നിങ്ങൾ ഓരോ ക്രൈമിൻ്റെ ഓരോ ഇത് വെച്ച് തന്നെ പഠിക്കുക. എത്രാമത്തെ ഇപ്പോൾ 66F എന്ന് പറയുന്നത് എന്താണ്, അത് സൈബർ ടെററിസം ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കുക. അതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിലപ്പം നിങ്ങൾക്ക് എല്ലാം ഓർമ്മയില്ലെങ്കിലും കുറച്ചെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ നോക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്, എന്താണ് സയൻസ് ആൻഡ് സിംബൽസ്, അതിൻ്റെ ഇത്, പിന്നെ അതുപോലെ തന്നെ റിച്വൽസ്, ബിലീഫ്സ്, പ്രാക്ടീസസ്, ദെൻ റിലീജിയസ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, ഇതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, കമ്മോഡിഫിക്കേഷൻ ഓഫ് റിച്വൽസ്, അതുപോലെ തന്നെ കമ്മ്യൂണലിസം, സെക്യുലറിസം, ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കണക്റ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്ത് പഠിക്കുക. ദെൻ കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് മൊബിലൈസേഷൻ, ദെൻ അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്, ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ്. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ് ഒക്കെ ചോദിക്കുന്നതാണ്, NRM എന്ന് പറയുന്നത്. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ കൂടുതലും കൾച്ചർ, നമ്മുടെ സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. സയൻസ് ആൻഡ് സിംബൽസ്, അതിനെ പറ്റിയുള്ള സ്റ്റഡി അല്ലേ, എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യോളജിസ്റ്റുകളുണ്ട് അല്ലേ. സിംബോളിക് ഇൻട്രാക്ഷനിസം ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക ഇതിനെപ്പറ്റി. സയൻസ് ആൻഡ് സിംബൽസിനെ പറ്റി ഓരോ സോഷ്യോളജിസ്റ്റുകളും പറഞ്ഞത് എന്താണ് അതിൻ്റെ ഒരു ആക്ച്വൽ നോഷൻ എന്താണ് എന്നൊക്കെ ഉള്ളൊരു കാര്യം. ഓക്കെ, ദെൻ റിലീജിയസ് ഓർഗനൈസേഷൻസിനെ പറ്റി പഠിക്കുക, സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ കമ്മോഡിഫിക്കേഷൻ ഓഫ് റിച്വൽസ്, ഇപ്പോഴും റിച്വൽസ് കമ്മോഡിഫൈ ചെയ്യുകയാണ് അല്ലേ, അതിനെപ്പറ്റി. ദെൻ കൾച്ചറൽ ഐഡന്റിറ്റി, മൊബിലൈസേഷൻ, ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ് ഒക്കെ നോക്കുക. ഓക്കെ, ഇതാണ് യൂണിറ്റ് 10, കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് 10 യൂണിറ്റുകളിലായിട്ട് പഠിക്കാൻ. ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കണം, കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. വെറുതെ നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതിയോ, പോരാ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് JRF തന്നെ എഴുതിയെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ, ഇപ്പോഴത്തെ നിങ്ങൾക്കും അറിയാം അല്ലേ, എക്സാം പാറ്റേൺ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിപ്പം കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കിക്കൊണ്ട് വരികയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ വലിയ കാര്യത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മളെ പറ്റിക്കുകയാണ് അവർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ, നമുക്ക് അവരെ തിരിച്ച് പറ്റിക്കാനേ പറ്റൂ. എങ്ങനെ പറ്റിക്കാൻ, നമ്മൾ പഠിച്ചിട്ട് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഈ പറയുന്ന പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം ഈ 2025 ജൂണിൽ നടന്ന എക്സാമിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ തന്നെ ആയിരിക്കും ഡിസംബറിലും വരുന്നത്. പെട്ടെന്ന് ഇനി അവർ ഷിഫ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ ഒരു റീസെന്റ് ട്രെൻഡ്സ് നോക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോക്കുക. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൽ, കാരണം നമ്മളത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ആ ഓർഡർ നമുക്ക് മനസ്സിലാവത്തില്ല. ഏതെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അറിയണം. ഇപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാവുന്ന ഓരോ വ്യക്തികളുടെ വർക്കുകൾ, ഈവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ വരും. ദെൻ ഈ പറയുന്ന എൻവയോൺമെന്റൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ റിയോ സബ്മിറ്റ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിയോ സബ്മിറ്റ്, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസിൻ്റെ ഓർഡർ നിങ്ങൾ നോക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എസ്പെഷ്യലി SC/ST ആർട്ടിക്കിൾ, SC/STയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ആർട്ടിക്കിൾ, മൈനോറിറ്റിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ, ഇതൊക്കെ നോക്കുക. ദെൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് നിങ്ങൾ നോക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഒക്കെ നോക്കിയിട്ട് പോവുക, അതിൻ്റെ ആർട്ടിക്കിളൊക്കെ നോക്കിയിട്ട് പോവുക. ദെൻ അമെൻമെൻറ്റ്സ് നോക്കുക, പഞ്ചായത്ത് രാജുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അമെൻമെൻറ്റ്, അത് എത്രാമത്തെ അമെൻമെൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ നോക്കുക. ദെൻ മൂവ്മെൻറ്റ്സ്, ഓരോ മൂവ്മെൻറ്റ്സ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്സ് തൊട്ട് നോക്കണം കേട്ടോ. അതൊക്കെ ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് വരാം, പെസൻറ്റ് മൂവ്മെൻറ്റ്സ് വരാം, ട്രൈബൽ മൂവ്മെൻറ്റ്സ് വരാം. ഈ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് അതിൻ്റെ വർഷം നോക്കി പഠിക്കുക. മാച്ച് ദ ഫോളോയിങ് നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കുക. ദെൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, റീസെന്റ് ട്രെൻഡ്സ് അല്ല, അത് നേരെ പണ്ടുതൊട്ടേ ചോദിക്കുന്നതാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ദെൻ റീഡിങ് കോംപ്രഹെൻഷൻ ഇപ്പം തിയറി ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട് സോഷ്യോളജിയിൽ. ഇപ്പോൾ ഒരു ഇത് വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് ഏത് തിയറിയുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പാരഗ്രാഫൊക്കെ തന്ന് നമ്മളത് വായിച്ച് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക.
ദെൻ ഫെമിനിസം, ടൈപ്സ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഫെമിനിസം, അത് കൃത്യമായിട്ട് നോക്കുക. ദെൻ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് കൃത്യമായിട്ട് അവരെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്സ് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലേ പഠിക്കാവൂ അങ്ങനല്ല ഈ പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ എക്സാമുകളുടെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ചോദിച്ച് കാണുന്നത്, ഈ ഒരു രീതിയിലാണ് ചോദിച്ച് കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ എഫോർട്ട് ഇടണം. ഓക്കെ, നമുക്ക് എന്താണ്, നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം വിത്ത് JRF അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ഒരു 70% എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് കുറച്ച് കട്ടിയായിട്ടാണ് തോന്നുന്നത്. അതിനർത്ഥം നമ്മളിപ്പോൾ ഒരു 30% മാത്രം അറിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ 70% എങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, സമയമില്ല എന്നൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കുന്നില്ല. ഈ പറയുന്ന 6 മാസമുണ്ട്, 6 മാസം കൊണ്ട് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങളൊരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ്, ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാൻ വിത്ത്, അതായത് സമയം വെച്ചുകൊണ്ട് തന്നെ അല്ലെ, സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ട് തന്നെ ഒരു സമയത്ത് നമ്മുടെ സമയത്തിനകത്ത് ഇത്ര ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിജയം അല്ലേ. നമുക്ക് 3 മണിക്കൂറാണ് തരുന്നത്, നമുക്കിപ്പോൾ 100 ക്വസ്റ്റ്യനും അറിയാം, നമ്മൾ 100 ചെയ്തു, പക്ഷെ 4 മണിക്കൂർ എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാം കിട്ടൂ ഇല്ല. ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്കാണ് നെറ്റ് കിട്ടുന്നത്. നെറ്റ് എന്നല്ല ഏതൊരു എക്സാമും അല്ലേ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് സമയം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പ്സ് അല്ലാതെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതൊക്കെ ഉണ്ട്. നമ്മുടെ I+ മാക്സിമം നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തരുന്നുണ്ട്. അതല്ലാതെ കൂടാതെയുള്ള റീസെൻ്റ് ആയിട്ടുള്ള നടന്ന എക്സാമുകളുടെ, ഇപ്പം നെറ്റ് എക്സാം മാത്രമല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഗേറ്റ് എക്സാമുകളൊക്കെ കാണും, അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ കാണും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൽ ചോദിച്ചിട്ടുള്ള ഈ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഓക്കെ, അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അത് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്തുകൊണ്ട്. അതുപോലെ തന്നെ ക്വിസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് I+. അപ്പോൾ അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ആ നെക്സ്റ്റ് നെറ്റ് എക്സാം വിത്ത് JRF നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾക്കും പറ്റും തീർച്ചയായിട്ടും. സോ എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക, മാക്സിമം നിങ്ങളുടെ എഫോർട്ട് ഇടുക. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു.